എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ഹാപ്പിയല്ലേ? നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് തന്നെയാണ് എൻ്റെയും ഏറ്റവും വലിയ സന്തോഷം. കാരണം ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനാവുക എന്നത്, അല്ലേ? പക്ഷെ പലപ്പോഴും നമുക്കത് സാധിക്കാറില്ല. പല പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സന്തോഷങ്ങളൊക്കെ അങ്ങ് മാഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന, നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്, അല്ലെ? അതല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് യാദൃശ്ചികമായിട്ട് കടന്നു വരുന്ന ഒരു സൗഭാഗ്യമല്ല ഒരു സന്തോഷങ്ങൾ. അത് കണ്ടെത്തൽ തന്നെയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളെ സന്തോഷിപ്പിക്കുന്നതൊന്നും നമ്മുടെ ജീവിതം നമുക്ക് നൽകുന്നില്ലെങ്കിൽ മാറി ചിന്തിക്കാൻ സമയമായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ജോലി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ ജോലിയിൽ മാറ്റം കൊണ്ടുവരാൻ സമയമായി എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ നമുക്ക് ഒരു അവധി ദിവസം കിട്ടി. ആ അവധി ദിവസത്തിൽ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ അവധി ദിവസത്തെ മറ്റൊരു രീതിയിൽ ഡിസൈൻ ചെയ്യാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മളെ സന്തോഷിപ്പിക്കാത്ത ഇടങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടാത്ത ഇടങ്ങളിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇല്ല. അതായത് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയാത്ത ഇടങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും നമുക്കത് സാധ്യമാണോ എന്നൊരു ചോദ്യമുണ്ട്, അല്ലെ? തീർച്ചയായിട്ടും അതൊരു മികച്ച ചോദ്യം തന്നെയാണ്. കാരണം എന്താണ്? അത് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ജീവിത പങ്കാളി ജീവിതം തുടങ്ങിയപ്പോൾ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരാളായിരുന്നു. പക്ഷെ ഇന്ന് ഈ വർത്തമാന കാലത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ പഴയ സന്തോഷങ്ങളൊന്നും അവരോടൊത്തുള്ള നിമിഷങ്ങളിൽ കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റും? അതൊരിക്കലും സാധ്യമല്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിലവിൽ നമുക്ക് സന്തോഷം കിട്ടുന്നില്ല എന്ന് കരുതി ബന്ധങ്ങളെയല്ല നമ്മൾ മാറ്റേണ്ടത്. ബന്ധങ്ങൾക്കിടയിലുള്ള സാഹചര്യങ്ങളെയാണ് നമ്മൾ മാറ്റേണ്ടത് എന്നുള്ളതാണ്. സാഹചര്യങ്ങളിലാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അതല്ലാതെ പാർട്ട്ണറെ മാറ്റി മറ്റൊരു പാർട്ട്ണറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? ഒരിക്കലും സാധ്യമല്ല, അല്ലെ? പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തംകുളത്തി പട എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരിക്കും. അപ്പൊ ബന്ധങ്ങളെയല്ല നമ്മൾ മാറ്റേണ്ടത്, ബന്ധങ്ങൾക്കിടയിലെ സാഹചര്യങ്ങളെയാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോഴാണ് ജീവിതം സന്തോഷപ്രദമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് രൂപപ്പെടുന്നത്. അപ്പൊ ജീവിതത്തിൽ സന്തോഷങ്ങൾ എന്ന് പറയുന്ന സംഭവം അത് നമ്മൾ സ്വയം കണ്ടെത്താനുള്ളതാണ്, മറിച്ച് നമ്മളിലേക്ക് അറിയാതെ വന്നു ചേരുന്ന സൗഭാഗ്യമല്ല എന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തെ ഒരിക്കൽ കൂടി നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. അപ്പോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട്. സന്തോഷങ്ങളെ കണ്ടെത്തണമെന്നാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്താണ് സന്തോഷം? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും സന്തോഷം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അതിനൊരു നിർവചനം നൽകാൻ പറ്റും? ഒരിക്കലും സാധ്യമല്ല, അല്ലെ? കാരണം എന്താണ്? അത് നിർവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല കാന്താരി മുളകുണ്ട്, അതൊന്ന് കടിച്ച് ചവച്ചരച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? നല്ല എരിവ് കിട്ടും, അല്ലെ? ആ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എരിവ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനൊരു ഡെഫിനിഷൻ, ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ഫീൽ ചെയ്യാനേ പറ്റും. അത് പറയാൻ, അല്ലെങ്കിൽ അതൊന്ന് നിർവചിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരോട് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് നൽകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സ്വയം അനുഭവിക്കാനുള്ളതാണ്, സ്വയം ഫീൽ ചെയ്യാനുള്ളതാണ്. സന്തോഷങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാതൊരു മാനസികമായ ഒരു കുളിരുണ്ട്, ഒരു നിർവൃതിയുണ്ട്, ഒരു അനുഭൂതിയുണ്ട്. ആ ഒരു ഫീലാണ് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റും? അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വീടുകളിൽ നിന്ന് സന്തോഷം ആരംഭിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ വീട്ടിലാണ്, അല്ലെ? അപ്പോ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന സാഹചര്യങ്ങളെ രൂപപ്പെടുത്തേണ്ടത്. എന്നാൽ അങ്ങനെയാണോ നിലവിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മളുണ്ട്, നമ്മുടെ പാർട്ട്ണറുണ്ട്, നമ്മുടെ മക്കളുണ്ട്, പ്രായമായ അച്ഛനമ്മമാരുണ്ട്.
പലപ്പോഴും ഇവരൊക്കെ ഇവരുടേതായിട്ടുള്ള വ്യത്യസ്തമായ ഓരോ ലോകത്ത് ജീവിക്കുന്ന പോലെയാണ് തോന്നാറുള്ളത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ ലോകത്തിന് പകരം കൂടിച്ചേരലുകൾ ഉണ്ടാവണം. പാർട്ട്ണറുമായും മക്കളും അതുപോലെ തന്നെ അച്ഛനമ്മമാരും ഒക്കെ കൂടി ചേർന്ന ഒരു നല്ല അറ്റ്മോസ്ഫിയർ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്നിച്ചിരുത്തി കൊച്ചു വർത്തമാനം പറയാനും ഒരു നല്ല ചായയൊക്കെ കുടിച്ച് ഒപ്പമിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. മനസ്സിലുള്ള പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ പരസ്പരം തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. പാർട്ട്ണർ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒന്ന് സഹായിക്കണം. എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഒപ്പം ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ വീടിന്റെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ്. നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന ഘടകങ്ങളാണ്. ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കൂടിച്ചേരലുകൾ നൽകുന്ന ഒരു ഉത്സവ പ്രതീതിയില്ലേ, അതുതന്നെയാണ് വീട് നൽകുന്ന സന്തോഷം. അത് പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അത് നമ്മുടെ പിടിപ്പേകൾ തന്നെയാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഫോൺ എടുത്ത് ഒരു മൂലക്കിരിക്കും, അതല്ലെങ്കിൽ നമ്മുടേതായ ലോകത്ത് നമ്മുടേതായിട്ടുള്ള ജോലിപരമായിട്ടുള്ളതോ മറ്റോ ആയിട്ടുള്ള തിരക്കുകളിൽ മുഴുകി ഇങ്ങനെ പോകും. അങ്ങനെ ഓരോരുത്തരും ഓരോ മൂലയിൽ ഒതുങ്ങിക്കൂടുമ്പോൾ എവിടെയാണ് വീടിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ രൂപപ്പെടുന്നത്? ബന്ധങ്ങൾക്കിടയിൽ കൂടിച്ചേരലുകളും നല്ല കമ്മ്യൂണിക്കേഷനും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു സാഹചര്യമായിട്ട് മാറും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന ജോലി ഒരുപാട് പ്രഷറും ഒരുപാട് മാനസികമായ അസ്വസ്ഥതകളും സമ്മർദ്ദങ്ങളും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പല ജോലികളും ടാർഗറ്റ് ബേസ്ഡ് ജോലികളായി മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 2-3 പേരുടെ ജോലി ഒരാൾ ചെയ്യണം, നല്ല ശമ്പളമൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, സമാധാനമില്ല, സന്തോഷങ്ങൾ കിട്ടുന്നില്ല. അപ്പോ ഈ ബാച്ചിലർ ലൈഫിലൊക്കെ നമ്മൾ ഈ ഒറ്റക്കൊക്കെ ജീവിതത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പ്രഷറും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഏറ്റെടുക്കാൻ മാനസികമായ കാര്യത്തിൽ നമുക്കുണ്ടാവും. പക്ഷെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ, മക്കളൊക്കെയായി അങ്ങനെ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ജോലിപരമായിട്ടുള്ള ഈ സ്ട്രെസ്സും ടെൻഷനും ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അവിടെ പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകും. കാരണം ഈ ടെൻഷന്റെ പിന്നാലെ, ഈ സ്ട്രെസ്സിന്റെ പിന്നാലെ ജീവിതം ഇങ്ങനെ ഒഴുകിപ്പോകും എന്നുള്ളതാണ്. അത് പാടില്ല. ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈ ജോലി നമുക്കൊരു ബാധ്യതയാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലൊന്നുകിൽ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ്? ജീവിതം ഒന്നേ ഉള്ളൂ. പണം നേടുന്നത് മോശമായ കാര്യമല്ല, പക്ഷെ പണത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ ജീവിക്കാൻ മറന്നുപോയാൽ ആ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടില്ല പിന്നീട് എന്ന ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ജോലി വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുക, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ രൂപപ്പെടുത്താൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുള്ളത്. ഇനി മൂന്നാമത് പറയാനുള്ളത് യാത്രകളെ കുറിച്ചാണ്. നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യാത്രകൾ. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ ഒക്കെ വളരെ പോസിറ്റീവായിട്ടൊരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരാൻ യാത്രകൾക്ക് സാധിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ വലിയ യാത്രകൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി. അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി കുറച്ച് സമയം ചെന്നിരുന്നാൽ പോലും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് യാത്രകൾ നിങ്ങൾ ചെറുതായി കാണരുത്. നമ്മുടെ ഒരു അവധി ദിവസങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു ദിവസമാവട്ടെ, ഒരു ലീവ് എടുത്തിട്ടാണെങ്കിലും ഒരു 2 ദിവസം ജീവിതത്തിന്റെ ചില ഇടവേളകൾ കണ്ടെത്തി അവിടെ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ കുടുംബത്തിന് തന്നെ മൊത്തത്തിൽ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് യാത്രകളെ വിട്ടുകളയാതെ ജീവിതത്തിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ യാത്രകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ യാത്രകൾ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുക. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മറ്റ് ആളുകളോ വന്ന് നാളെ ഒരു യാത്ര പോകാമെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഇല്ലേ? നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് വളരെ അസ്വസ്ഥതയോടെ ഇരിക്കുന്നതായിരിക്കും. പക്ഷെ നാളെ യാത്ര പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള ആ മാനസികമായ
ടെൻഷനും സ്ട്രെസ്സും അസ്വസ്ഥതകളും ഒക്കെ നമ്മളിൽ നിന്ന് റിമൂവ് ആകുന്നത് കാണാൻ പറ്റും. നമ്മൾ ആക്റ്റീവ് ആകും, എനർജറ്റിക് ആവും, നാളെ പോകാനുള്ള തിരക്കിലേക്ക് നമ്മൾ ഏർപ്പെടും അല്ലെ? അതെന്തുകൊണ്ടാണ്? അപ്പോൾ തീർച്ചയായിട്ടും യാത്രകള് നമ്മുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല യാത്രകൾ ചെയ്യുക. പൈസ ഉണ്ടെങ്കിൽ ദൂരേക്ക് പോകാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ യാത്രകളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത് നിങ്ങളോട് പറയാനുള്ളത് ഓർമ്മകളിൽ ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭൂതകാലത്തിൽ പല സങ്കടങ്ങളും ഉണ്ടാവും, പല നഷ്ടങ്ങളും ഉണ്ടാകും, പല മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും സമ്മാനിച്ചിട്ടുണ്ടാവും, മോശമായ അനുഭവങ്ങൾ ഉണ്ടാവും. ഇതൊന്നും ജീവിതകാലം മുഴുവൻ പേര് നടക്കാനുള്ളതല്ല. നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജീവിതത്തിൽ കുറെ പാഠങ്ങൾ സമ്മാനിച്ചു എന്ന തിരിച്ചറിവോടുകൂടി അതിനെയൊക്കെ ഒതുക്കിയിട്ട് അവിടെ നിർത്തിയേക്കണം. അല്ലാതെ അതിനെ തലയിലേറ്റി നടക്കരുത്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഭൂതകാലത്തിന്റെ ആ ഓർമ്മകളൊക്കെ വർത്തമാനകാലത്തിന്റെ വരാന്തയിൽ വന്നിട്ട് നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ കൂടി ബാധിക്കും അല്ലെ? നമ്മള് എനർജറ്റിക് അല്ലെങ്കിൽ നമ്മള് ഒരു മാനസികമായിട്ട് തകർന്നു കിടക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ എഫക്റ്റും നമ്മുടെ കുടുംബത്തിനും കൂടി ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്നലകളിലെ നഷ്ടങ്ങളോ ഇന്നലകളിലെ സങ്കടങ്ങളോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുവരരുത്. അതൊക്കെ ആ ഭൂതകാലത്തിൽ തന്നെ നിൽക്കട്ടെ. അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. വർത്തമാനകാലത്തിൽ ജീവിക്കാൻ, ഇന്നുകളിൽ ജീവിക്കാൻ നമ്മൾ ശീലിക്കുക. നാളെ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശീലിക്കുക. അപ്പോഴാണ് ജീവിതം കുറെ കൂടി മനോഹരമാകുന്നതും മനസ്സിൽ സന്തോഷങ്ങൾ ഉണ്ടാകുന്നതും. അതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത് പറയാനുള്ളത് നമ്മുടെ ഇഷ്ടങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കുറെ ഇഷ്ടങ്ങളുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ വായിക്കുക, എഴുതാൻ ഇഷ്ടമാണെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ യാത്രയൊക്കെ, ഒരു ചെറിയ ഡ്രൈവൊക്കെ നടത്തുക. ഇനി അതല്ല, സിനിമ കാണാൻ ഇഷ്ടമാണെങ്കിൽ സിനിമ കാണുക. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആളുകൾ, പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്, നമുക്ക് സന്തോഷം നൽകുന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങളോടൊപ്പം നമ്മൾ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നമുക്ക് നൽകും. ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടങ്ങളോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുക. ഇഷ്ടങ്ങളെ കൂട്ടുപിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അത് ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കും എന്നുള്ളതാണ്. അതാണ് അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത് പറയാനുള്ളത് വ്യത്യസ്തമാണെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോ ഈ വ്യായാമവും സന്തോഷവും തമ്മിൽ വലിയ ബന്ധമുണ്ടോ എന്നുള്ളതല്ലേ ഒരു ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ ഈ എക്സർസൈസ് ചെയ്യുമ്പോൾ, വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഹോർമോൺസ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിൽ കുറെ കൂടി ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയും വല്ലാത്തൊരു ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് നൽകും. രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കി, എന്നിട്ട് കുളിച്ച് ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ച് ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു പ്രത്യേക എനർജി ഉണ്ടാവും. വല്ലാതെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ചെറുതായിട്ട് കാണണ്ട. വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കുറെ കൂടി ഉണർവുള്ള ഊർജ്ജസ്വലതയുള്ള യുവത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മൂടിപ്പുതച്ച് ഉറങ്ങുന്നതിന് പകരം രാത്രി കുറച്ച് നേരത്തെയൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഒന്ന് നേരത്തെ എഴുന്നേറ്റ് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ഉഷാറുള്ള, നല്ല ആരോഗ്യമുള്ള ആളുകളായിട്ട് നമ്മൾ മാറുക. അത് കുറെ കൂടി ജീവിതത്തെ സുന്ദരമാക്കും, മനോഹരമാക്കും. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന പലതും അത് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക. അതാണ് ആറാമത്തെ കാര്യം. ഇനി ഏഴാമത് പറയാനുള്ളത് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് നമ്മുടെ സന്തോഷങ്ങളെ തള്ളിക്കെടുക്കാതിരിക്കുക. നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനുണ്ട്. നല്ലൊരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണമെന്നാണ് ആഗ്രഹം. പക്ഷെ പലപ്പോഴും നമ്മളത് ആഗ്രഹിക്കുന്നു എന്നല്ലാതെ പോകാൻ പറ്റാറില്ല. എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്? നമ്മൾ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ വാരി വലിച്ചിട്ടിട്ട് മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിച്ചാലോ? അതൊരു വലിയ പ്രശ്നമാണ് അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്വാഭാവികമായിട്ട് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ വീണ്ടും പോകും. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ അവിടെ മാറ്റി നിർത്തി. എന്തുകൊണ്ട്? മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നുണ്ട് അല്ലെ? ഇനി മറ്റൊരു ഉദാഹരണം പറയും. നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. നിങ്ങളൊരു സൂപ്പർവൈസറോ അല്ലെങ്കിൽ മാനേജറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സങ്കല്പിച്ചാൽ മതി. പോകുന്നതിനിടയിൽ കുറെ ദൂരം
യാത്ര ചെയ്തപ്പോൾ അവിടെ മനോഹരമായിട്ടുള്ളൊരു തോട്, നല്ല ശുദ്ധമായ വെള്ളം, തണുത്ത വെള്ളം. അങ്ങനെ വണ്ടി നിർത്തി എല്ലാ ആളും ഡ്രസ്സൊക്കെ അടിച്ച് തോർത്തുമുണ്ടൊക്കെ ഇട്ട് വെള്ളത്തിലേക്ക് ചാടി. പക്ഷെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞാൻ സൂപ്പർവൈസർ അല്ലേ, ഞാൻ മാനേജർ അല്ലേ, ഇവരുടെയൊക്കെ കൂടെ ഞാൻ എങ്ങനെയാണ് ഇറങ്ങുക? ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ഒരു ഫോർമാലിറ്റി, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾ അവിടെ കാഴ്ചക്കാരനായി നിൽക്കുന്നു. നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടുക? പലപ്പോഴും ജീവിതത്തിൽ ഇതുപോലെ 100 കണക്കിന് നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും നമ്മളൊക്കെ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോർത്ത് നമ്മുടെ സന്തോഷങ്ങളെ തള്ളിക്കെടുത്തിയ ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. അങ്ങനെയുള്ള ഒരാളായിട്ട് ഇനിയെങ്കിലും നമ്മൾ മാറാതിരിക്കുക എന്നുള്ളതാണ് 7ാമത്തെ കാര്യം. അപ്പോൾ 7 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് നമ്മളതൊക്കെ ചെയ്യേണ്ടതുണ്ട്. സന്തോഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുത്. അത് നമ്മളിലേക്ക് യാദൃശ്ചികമായിട്ട് കടന്നു വരുന്ന സൗഭാഗ്യമല്ല. ആ ബോധത്തോടു കൂടി ജീവിതത്തിന്റെ സന്തോഷങ്ങളെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. ജീവിതം കുറെ കൂടി മനോഹരമാവട്ടെ, സുന്ദരമാവട്ടെ, നിറക്കൂട്ടുകളുടേതാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി